കാതിലായി മെല്ലയാ തേൻമൊഴിയൊന്നിനി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ ഹലോ, എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ പറയണത്. ഇന്നപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെന്ന്. കാരണം ഇന്നലെ നൈറ്റാണ് നമ്മൾ ഈ ഒരു പ്ലേസിനെ പറ്റിയിട്ട് അറിയണതും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം അറിയേണ്ടത് ഇന്നലെ നൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ പോകാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ടൈമും ഇല്ല. അപ്പം എന്തായാലും ഇനി വരുമ്പോൾ പോവാന്ന് വിചാരിച്ചിട്ട സ്ഥലമായിരുന്നു. പക്ഷെ ഒരു സർപ്രൈസ് പോലായിരുന്നു കേട്ടോ അവരുടെ പറഞ്ഞത്. നമ്മൾ എന്തായാലും ലേറ്റായി, അപ്പം പിന്നെ നമുക്ക് ഇതും കൂടിയും കണ്ടിട്ട് പോവാന്നുള്ളത്. അപ്പോൾ ഏകദേശം മസ്കറ്റിൽ നിന്ന് 1 മണിക്കൂറോളം നമുക്ക് ഇങ്ങോട്ടുള്ള യാത്ര ഉണ്ടായിരുന്നു. ഇത് ഹൈ റേഞ്ച് പ്ലേസ് ഒന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലേജ് തന്നെയാണ്. ഗ്രാമം, പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് വരുന്നത് വാദി അൽ മാവൽ എന്നാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയവും അതുപോലെ തന്നെ ഈദും കൂടി ആയ കാരണം ആരും ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. പക്ഷെ അത്യാവശ്യം ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും മലയാളീസ് തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായത്. കാരണം നമ്മൾ ഈ ഒരു വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ സ്ഥലത്തേക്ക് വരാം. വീഡിയോസിൽ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോയേ പറ്റൂ എന്നൊക്കെ തോന്നും. അതുപോലെ ആയിരിക്കുള്ളൂ. അത്രത്തോളം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും അതിന്റെ പകുതി മുക്കാലെങ്കിലും നമുക്ക് ആ ഒരു സ്ഥലത്ത് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി ആദ്യം തന്നെ ചെത്ത് ഫുഡ് കഴിക്കാന്നുള്ള പരിപാടിയായിരുന്നു. കാരണം 2 മണിയായിട്ടും നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. അപ്പൊ നമ്മൾ കാറിൽ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങണത്. ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ പനകളാട്ടോ, ഈന്തപ്പഴങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഹൈറ്റിൽ തന്നെ ഒരുപാട് പനകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ പൊട്ടിച്ച് കഴിക്കാനും ഒക്കെ പറ്റും. അവർ കണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അതിന്റെ ഉള്ളിലോട്ട് കയറാണ്. കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന വ്യൂ അമൃതേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആയിരുന്നു. ചക്ക ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ആളത് പൊട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കാറുന്നു. അതേപോലെ ചക്കപ്രാന്തരാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വ്യൂ ആണ്. സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അതൊന്നും ഓപ്പണിംഗ് അല്ല, നമ്മുടെ കോഫി ഷോപ്പും സ്നാക്സും ഒക്കെ ആയിട്ട് ബർഗർ അങ്ങനത്തെ ഒരുപാട് കടകളുണ്ട്. പക്ഷെ അതൊക്കെ ഓപ്പൺ ആവണത് ഈവനിങ് ടൈം ആണ്. പ്രത്യേകിച്ച് ഇന്ന് ഈദും കൂടി ആയ കാരണം എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇവിടെ കൂടുതലും ഈന്തപ്പനങ്ങളാണ് കൃഷി ചെയ്യണമെങ്കിലും അല്ലാത്ത കൃഷികളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ സീതപ്പഴം, ആ ഒരു പഴം അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ വാഴ ഉണ്ട്. എല്ലാം ഇങ്ങനെ കൊലച്ച് കിടക്കാന്ന്. ഞങ്ങൾ കുറച്ചേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നായിരുന്നു കേട്ടോ. ഈ വാഴയിലൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാണ് നമ്മുടെ ദുഃഖത്തൊക്കെ. ദുഃഖത്തിൽ നിന്നല്ല എല്ലായിടത്തും. അപ്പോ ഈ വാഴയില കിട്ടിയെങ്കിൽ കൊണ്ടുപോയാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ അവിടെ നിൽക്കണ്ടാണത്. പക്ഷെ ചൂടിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ വയ്യ. ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും നമുക്ക് അവശത ആവാന്ന്. അതുപോലെ ആയിരുന്നു ചൂടൊക്കെ കേട്ടാ. വെള്ളം കുടിക്കാനായാലും ഭയങ്കര ദാഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയൊരു സ്ഥലം അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടതിൽ വെച്ച് എല്ലായിടത്തും പച്ചപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു നാടിനോട് ഇണങ്ങി കിടക്കുന്ന ഒരു സ്ഥലം ഇത് മാത്രമാണ് കേട്ടോ. ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പറമ്പിൽ ഇങ്ങനെ ഉഴുത് മറിക്കാൻ കാളകളെ കൊണ്ടുവരുന്ന പോലെ ഇവിടെയും അത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല. ഞങ്ങള് തലേദിവസം ഒരു വീഡിയോ കണ്ടതിലൊക്കെ ശരിക്കും കാണിക്കുന്നുണ്ട്. ഒരാൾ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യണ പോലെ ഒരു കർഷകൻ നിന്നിട്ട് ചെയ്യണ പോലെയൊക്കെ കണ്ടുട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഇങ്ങോട്ട് വരാൻ തോന്നും. ഇത് പണ്ട് കാലത്തേ തൊട്ട് കൃഷി ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്നാണ് പറയണത്. ഒരുപാട് ഇതിന് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കറക്റ്റ് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞൊരു ഫോർട്ട് ഉണ്ട് കേട്ടോ മേലെയായിട്ട്. പണ്ടത്തെ ഒരു വലിയ ഫോർട്ടാന്നാ പറയണത്. അവിടെ ഈ ഈദായതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളോടും എന്തായാലും കൂടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. പക്ഷെ നമുക്ക് തിരിച്ച് ദുഃഖത്തോട്ട് പോകേണ്ട കാരണം നമ്മൾ അവിടെ നിന്നില്ല. അപ്പൊ ഇതേ ഈ ഒരു സ്ഥലമൊക്കെ കണ്ട് നടക്കാണ്ടോ. അപ്പൊ ഒരുപാട് വെറൈറ്റി തത്തകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലും മേലൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഒരു പന കണ്ടപ്പോൾ ഞാൻ അത് പൊട്ടിക്കാണ്. അവിടെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈന്തപ്പഴം. അപ്പൊ ഞാൻ അത് പൊട്ടിച്ചിട്ട് കൊടുക്കാട്ടോ. ചവർപ്പുണ്ടെന്നേ ഉള്ളൂ, മധുരമുണ്ട് ചെറുതായിട്ട്. നമ്മുടെ നെല്ലിക്ക കഴിക്കണ പോലൊക്കെ തന്നെ. കയ്പുണ്ട്, മധുരവും ഉണ്ട്. അതേപോലെ ഒരു ഫീലാട്ടോ. എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ ഞാൻ കഴിച്ചില്ല. അമൃതേട്ടൻ മാത്രമാണ് കഴിച്ചത്. അങ്ങനെ ഇപ്പം നമ്മൾ കുറച്ചേരം അവിടെയൊക്കെ നടന്നതിന് ശേഷം നമ്മൾ തിരിച്ച് ദുഃഖത്തോട്ട് തന്നെ പോവാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു 5-6 മണിക്കൂർ ട്രാവൽ ഉണ്ട് നമുക്ക്. ഒരു 3:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ഈ പോണ വഴിയിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ്. ഇവിടെയും ചെറിയ രീതിയിലൊക്കെ കൃഷികളുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പനയാണ്. ഇതിന് തൊട്ട് മുന്നേ വരെ തെങ്ങ് കൃഷിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം.
അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ പറ്റി കൂടുതലൊക്കെ അറിയാന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.